ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ 4 ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു, കളക്ഷൻസൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പർച്ചേസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല തിരക്കാണ്, സന്തോഷമുള്ള തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം പതിവ് പോലെ ഫോട്ടോസാണ് കാണിക്കുന്നത്. ഇത് നമ്മളുടെ ചെട്ടിനാട് ഡിസൈൻസുള്ള കമ്മലുകളാണ് കേട്ടോ, റൂബി സ്റ്റോൺസുള്ള കമ്മലുകളാണ്. അപ്പോൾ ചില ഫോട്ടോസ് ഞാൻ എടുക്കണതിൻ്റെ ക്ലാരിറ്റിയുടെ കുറവുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ഉറങ്ങി കഴിയുമ്പോൾ രാത്രി ഇരുന്നിട്ട് ചെയ്യുന്ന പണികളാണ്. അപ്പോൾ അതിൻ്റേതായ ലൈറ്റിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളുടെ റൂബിയുടെ സ്റ്റഡ്സ് മാത്രമാണ് ഇട്ടുണ്ടായിരുന്നത്, സാധാരണ സ്റ്റഡുകൾ. ഇത് ഞാൻ വൈറ്റ് സ്റ്റോൺ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഒരു മണി തൂങ്ങിക്കെടുക്കുന്ന പോലെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള കമ്മലുകളാണ് കേട്ടോ ഇത് മുഴുവൻ. അതുപോലെ തന്നെ വലിയ ഹാങ്ങിങ്ങും ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഫോട്ടോസ് കണ്ട് ഇതിലേത് വേണമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ കാണുമ്പോൾ ഇത് കൊള്ളാലോ എന്ന് തോന്നുന്ന സാധനങ്ങൾ നിങ്ങൾ എന്നോട് ഇതിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും. ഇത് ഒരുവിധമൊക്കെ വൈറ്റിലുള്ള അതേ സെയിം ഡിസൈനാണ് റൂബിയിലും ഉള്ളത് കേട്ടോ. ഞാൻ അങ്ങനെ കണക്കാക്കി എടുക്കുന്നതാണ്. കാരണം ചിലർ ഇതിൻ്റെ വൈറ്റ് ഉണ്ടോ, ഇതിൻ്റെ റൂബി ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രീൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലർക്ക് സെയിം ഡിസൈൻ വേണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇല്ല എന്ന് പറയാണ്ടിരിക്കാനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ വെറൈറ്റി കമ്മലുകളാണ്, നല്ല ഭംഗിയുള്ള കമ്മലുകൾ. പിന്നെ പൊന്തി നിൽക്കുന്ന സ്റ്റോൺസ് അല്ല, AD സ്റ്റോൺസാണ് ഫുള്ള്. നിങ്ങൾക്ക് ഏകദേശം നോക്കിയാൽ അറിയാം, ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലത്തെ സ്റ്റോൺസ് അല്ല, AD സ്റ്റോൺസാണ് ഫുൾ. ഒരുവിധം ഒരു 80% അങ്ങനത്തെ സ്റ്റോൺസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഫോട്ടോസാണ്, വീഡിയോസ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ കയ്യോടെ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ ഫോട്ടോസ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് മെയിനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പേരുടെ ആവശ്യപ്രകാരമാണ് ഞാൻ തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെ വേണം, എന്ത് വേണം എന്നൊക്കെ ചോദിച്ച് അവരുടെ എല്ലാവരുടെ അഭിപ്രായം അനുസരിച്ചാണ് ഞാൻ ആദ്യം ഫോട്ടോ ഇടാമെന്നും പിന്നെ അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാമെന്നും തീരുമാനിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതൊക്കെ വൈറ്റ് കണ്ടിട്ടുണ്ട്, ഒരുവിധമൊക്കെ വൈറ്റ് സോൾഡ് ഔട്ടായി പോയിട്ടുള്ളതാണ്. ഇതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ മുമ്പത്തെ വീഡിയോസും പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസ് കാണാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീഡിയോയിലേക്കാണ്. ഇപ്പോൾ ഞാൻ കാണിച്ച ഓരോ ഫോട്ടോൻ്റെയും വീഡിയോസാണിത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ സ്റ്റോൺസ് നിങ്ങൾ കണ്ടു, സാധാരണ സ്റ്റോണല്ല, ഇങ്ങനെ AD സ്റ്റോൺ, നല്ല ഫ്ലാറ്റായിട്ട് കിടക്കുന്ന സ്റ്റോൺ, അല്ലാണ്ട് പിടുത്തല്ല. കറക്റ്റ് മറ്റേ ട്രഡീഷണൽ ഓർണമെൻറ്റ്സിൻ്റെ സെയിം സ്റ്റൈലിലാണ് കേട്ടോ ഈ സംഭവം നിൽക്കുന്നത്. ചെട്ടിനാട് ഡിസൈനാണ്. ഇതിൻ്റെ തന്നെ ചില മാലകൾ, ലോക്കറ്റുകളൊക്കെ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിങ്ങനെ വഴിയേ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതും ഈ പറഞ്ഞ പോലെ കണ്ടോ, അതിൻ്റെ കല്ല് കണ്ടു, പുറത്തേക്കൊന്നും നിൽക്കില്ല. ഭയങ്കര ഭംഗിയുള്ള പാറ്റേണാണ്, കറക്റ്റ് ഗോൾഡിൻ്റെ ഫിനിഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ചെട്ടിനാടിൽ ഉള്ള ഡിസൈൻസാണ്. മാങ്ങ അപ്പോൾ ചിലത് ഇതിൽ പ്ലേറ്റ് ചെയ്യാത്തതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളർ വ്യത്യാസം തോന്നുന്നത് പ്ലേറ്റ് ചെയ്യാത്ത ഓർണമെൻറ്റ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇതിന് പിന്നാണ് കേട്ടോ, ഇത് പിന്നുള്ളതാണ്, പിരിയല്ല. പിന്നെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഇത് എല്ലാതും പിരിയുള്ളതാണോന്ന്. ഒരു 90% ഓർണമെൻറ്റ്സും നമ്മളുടെ പിരിയുള്ളതാണ്, അതായത് സ്വർണത്തിൻ്റെ സെയിം പാറ്റേണിലുള്ളതാണ്. അപ്പോൾ അത് കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം, മൂക്കുത്തി തൊട്ട് സെക്കൻഡ് സ്റ്റഡ് എല്ലാതും ഉണ്ട്. അപ്പോൾ അതിന് ഒക്കെ പിരിയാണുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നിങ്ങൾ വൈറ്റിലും കണ്ടിട്ടുണ്ടാവും, ഈ അരയന്നത്തിനെയും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സെയിം തന്നെ റൂബിയാണ്. ഇനി ഇത് തന്നെ റൂബി വൈറ്റിലും ഉണ്ട്. ഇനി റൂബി വൈറ്റും ഗ്രീനും കൂടിയ മൾട്ടി കളറിലും സംഭവമുണ്ട്. ഇതൊക്കെ ആ ഡിസൈനിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഞാൻ കാണിക്കാം, നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് എടുക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്ത് കാര്യങ്ങൾ ചോദിക്കുക. ചില കുട്ടികൾ കുറേ മാലകൾ വേണം, കുറേ കമ്മലുകൾ വേണം എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് പോകുന്നവർ ഇന്നലെയും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ദയവ് ചെയ്ത് എനിക്കത് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് പേഴ്സണലി നിങ്ങളോട് പറയാൻ അത് ബുദ്ധിമുട്ടുണ്ട്. എന്തിനാണ് നിങ്ങളിങ്ങനെ ചോദിക്കണേ എന്ന് ചോദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടെ പറയണത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ തിരക്കും പിന്നെ അത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തിൻ്റെ വില ചോദിച്ചാലും ഞാൻ പറയും. പക്ഷേ അത് ഒരു ആവശ്യത്തിനാകുമ്പോൾ നമുക്കൊരു സന്തോഷം എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലരിങ്ങനെ എല്ലാതും നോക്കി കഴിഞ്ഞിട്ട് പറയും ഞാൻ അമ്മോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നാളെ പറയാം, മറ്റന്നാൾ പറയാം, അടുത്ത മാസം പറയാം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ചിലരോട് പറയാറുണ്ട് അടുത്ത മാസം മതിയെങ്കിൽ പിന്നെ അപ്പം ചോദിച്ചാൽ പോരെ. കാരണം അത് 2 രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം കാണുന്ന ഡിസൈൻ ആവില്ല, ചിലപ്പോൾ അപ്പം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയണതും.
അപ്പോൾ ഇതൊക്കെ നമ്മളുടെ എന്താ പറയുക കമ്മലുകളാണ് കേട്ടോ. ഇത് നല്ല ഒരു വെറൈറ്റി പീസ് എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ഇത് ഈ പറഞ്ഞ പോലെ മുന്തിരിക്കോര പോലെയുള്ള ഇതാണ്. പിന്നെ ഡംബൽസിൻ്റെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കടന്നു പോയത്, അതും ഈ ഒരു ഡംബൽസ് 2, 3 അങ്ങനെ ആയിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ പിന്നാണ്, ഇതിൻ്റെ പിന്നാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അതെ പിൻ തന്നെയാണ്. അപ്പോൾ ചിലത് എനിക്ക് കണ്ടാൽ ഓർമ്മ വരും, ചിലത് എനിക്ക് ഓർമ്മ വരില്ല. ഡാഡിക്ക് ഇതൊക്കെ കാണാപ്പാടാണ്, പക്ഷേ എനിക്കൊന്നും പെട്ടെന്ന് കണ്ട ഇന്നത് ഏതാണെന്നൊന്നും എൻ്റെ ഓർമ്മയിൽ ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ മറ്റേ പിരിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കണ്ടതിൽ 2 എണ്ണം മാത്രമേ പിന്ന് കണ്ടിട്ടുള്ളൂ, 2 or 3 കണ്ടിട്ടുണ്ട്, ബാക്കിയൊക്കെ പിരിയാണ് കേട്ടോ. അപ്പോൾ നോർമൽ സൈസ്. ചിലർ ചോദിക്കും ഭയങ്കര തടിയുണ്ടോ ഇതിൻ്റെ കാലിലെന്ന്. ഒരു തടിയുമില്ല. നമ്മളുടെ സാധാരണ സ്വർണം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ സ്റ്റഡുകളുടെ ഇങ്ങനെ കാലിൻ്റെ വണ്ണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് മോസ്റ്റ്ലി തട്ടാമാർ പണിയുന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ഡൈ അനുസരിച്ച് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൻ്റെയും പണികൾ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ഗോൾഡിൻ്റെ ഡിസൈൻ ശരിക്ക് ചിലത് കറക്റ്റ് ഗോൾഡ് സെയിം സംഭവം ജ്വല്ലറികളിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു നേരെ സംശയം തോന്നുക ഇതല്ലേ എന്ന് തോന്നും. പക്ഷേ ഇതൊക്കെ ഇതുപോലെ ഈ പറഞ്ഞ പോലെ തട്ടാന്മാരും ആൾക്കാരും പണിയുന്നത് കൊണ്ടാണ് സെയിം ഡിസൈനിന് വളയിലായാലും മാലയിലായാലും കമ്മലിലായാലും വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വെള്ള നമ്മൾ കാണിച്ചത് പതക്കത്തിൻ്റെ. അപ്പോൾ മറ്റേ സ്റ്റഡ് അല്ലാണ്ട് ഞാത്തിയായിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണ് ആ പതക്കം. അതിൻ്റെ തന്നെ മറ്റേ ലോക്കറ്റും ഈ കമ്മലും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ പല വലുപ്പത്തിലുള്ള ലോക്കറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ പതക്കം. അപ്പോൾ അത് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല എന്താ പറയുക, നല്ല പ്രീമിയം ഇതിൽ പെട്ടതാണ്. നല്ല ഭംഗിയുള്ള സ്റ്റോൺസും മുത്തുകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ. നമ്മളുടെ ഒരു ഫങ്ഷനൊക്കെ ഇത് മാത്രം ഇട്ടാൽ മതി. അങ്ങനെ ഇത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ സമയം കുറച്ചായിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്കും പെട്ടെന്ന് കണ്ട് എന്താ പറയുക, പെട്ടെന്ന് കഴിഞ്ഞു എന്ന് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു സെക്ഷനും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. റൂബി വൈറ്റ്. കാരണം ഓൾറെഡി ഇതിൻ്റെ നെക്ലസ് ഞാൻ ഇന്നലെ കാണിച്ചതാണല്ലോ. പിന്നെ റൂബി വൈറ്റും ഗ്രീനും കൂടി ഉള്ളതും കൂടി ഉണ്ട്, മൾട്ടി കളർ. പക്ഷേ അതും കൂടി കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ലെങ്ത്ത് കൂടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 2 ബോക്സും കൂടി നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനും കൂടി ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം ഇതൊക്കെ ഫോട്ടോസാണെന്നും ഇതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതും. കാരണം നമ്മളിപ്പോൾ 2-3 വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരൊറ്റ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ഇതൊക്കെ ഫോട്ടോസ് ആണ്. എനിക്ക് നല്ല തൊണ്ടയിൽ നല്ല ഒരു പിടുത്തുണ്ട്. ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ പറ്റും എന്ന് വിചാരിച്ചതല്ല, പക്ഷേ ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊരു കിച്ച് ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ വീഡിയോസാണ് വീണ്ടും വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിൽ തന്നെ മൾട്ടി കളറിൽ വരുന്നുണ്ട്, അതായത് ഗ്രീനും റൂബിയും വൈറ്റും കൂടിയിട്ടുള്ളതും വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു നാളത്തെ വീഡിയോയിൽ ഞാൻ മൾട്ടി കളർ കാണിക്കാം. കാരണം ഇതിൻ്റെ തന്നെ ഡ്രോപ്സ് ഇനി കാണിക്കാനുണ്ട്. അപ്പോൾ സെക്ഷനായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ നെക്ലസ് എടുക്കാൻ വിചാരിച്ചിട്ടുള്ളവർക്ക് കയ്യോടെ കമ്മലുകളും കൂടി സെലക്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നെക്ലസ് ഒരു എന്താ പറയുക, ഒരു തുടർക്കഥ എന്നുള്ള രീതിയിൽ ഞാൻ നെക്ലസ് കഴിഞ്ഞ് പിന്നാലെ കമ്മലുകൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നെക്ലസ് സെലക്ട് ചെയ്യുന്നതോടുകൂടി കമ്മൽ സെലക്ട് ചെയ്യാം. പിന്നെ വളകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇട്ടാൽ മനസ്സിലാവില്ല. ഇടും ഞാൻ വളകൾ ഓരോ സെക്ഷൻ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരറ്റത്തുനിന്ന് ഒരു ബോക്സ് തുടങ്ങി അവസാനം വരെ എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വളകളെന്ന് പറഞ്ഞാൽ നമ്മൾ സൈസ് അനുസരിച്ച് വേണം പറയാനായിട്ട്. ഇപ്പോൾ നിങ്ങളിത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനോട് മാച്ച് ചെയ്തിട്ട് വല്ല മാല വേണം, വള വേണം, കമ്മൽ വേണം, അല്ലെങ്കിൽ മോതിരം വേണം, ബ്രേസ്ലെറ്റ് വേണം എന്ന് പറഞ്ഞാൽ അപ്പം ഞാനത് കാണിക്കും കേട്ടോ. അപ്പോൾ ആ കാണിക്കാനൊക്കെ നമ്പർ ഇതാണ്, ഈ 83302324 എന്നുള്ള നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. മെസ്സേജ് അയയ്ക്കുക. പിന്നെ കുറേ പേര് അറിയാണ്ടാന്ന് തോന്നുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. വിളിച്ചാൽ ഫോൺ എടുക്കില്ല, കാരണം സൈലൻറ്റ് മോഡിലാണ് ഇട്ടിരിക്കുന്നത്. ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വരും, മെസ്സേജ് ഒന്ന് നോക്കും. നിങ്ങൾക്കറിയാലോ ഞാൻ വീട്ടിലത്തെ കാര്യങ്ങളും കൂടി നോക്കണ ഒരാളാണ്. അപ്പോൾ ഇടയ്ക്ക് വരും, നോക്കുമ്പോൾ കാണുന്ന മറുപടികളാണ് ഞാൻ അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡാണ്. ഇത് മുമ്പ് 1-2 എണ്ണം ഒരുമിച്ച് പോയിട്ടുള്ള കേസാണ്. ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നല്ല ഒരു എന്താ പറയുക, ഒരു റോയൽ സാധനം. ഇതൊരു വെറൈറ്റി സംഭവമാണ്. ഇത് 2 പീസാണ് ശരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ റൂബിയുടെ ആ നടുക്കത്തെ മാത്രമായിട്ട് ഇടാം, റൂബി വൈറ്റ് ആയിട്ട് ഇടാം. കണ്ടോ, ഇത് 2 പീസാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തേക്കണതാണ്. പണ്ട് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല.
പണ്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു, ബട്ടൺ മാറി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഗ്രില്ല് റെഡാണ്, വൈറ്റിൻ്റെ ഉള്ളിൽ റൂബി വരുന്നു. ഇത് നമ്മുടെ ഡയമണ്ടിൻ്റെയാണ്, നടുക്കത്തെ ഡയമണ്ട് ഫിനിഷാണ് നടുക്കത്തെ സ്റ്റഡ്, ചുറ്റുമുള്ളത് റൂബിയും. ഇതും വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ വേഗം ഫോൺ എടുത്ത് ഓർഡർ ചെയ്യുക, ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ട്.